അല്ല അന്തസ്സുള്ള ഒരു ചായ കൂടെ എടുത്തോളൂ രാമുണ്ണിയാരെ. ഉണ്ണേണ്ട നേരത്താണോ ജോത്സ്യരെ ചായ? ഈയിടെ ആയിട്ട് ഊണിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊണിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ജോത്സ്യർക്ക്? ഏഭ്യത്തരം പറയാത്ത ചായ കൂടെ എടുക്കണം. എന്താ ദേവു ഇതൊക്കെ? ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം. എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ, ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്നാ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ടാ. കണ്ടോ എന്റെ ഏട്ടൻ ഇത്? വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തതിന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ. എവിടെ ഉണ്ടവൻ? ബീഡിന്റെ കുറിപ്പ് നിൽക്കാൻ മുൻകൂർ ജാമ്യ FIR കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത്. കാശിന് 4 എണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സർ, സത്തമംഗലത്തൊരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ. എന്റെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നൊന്തോ എന്റെ കുട്ടിക്ക്? പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുത് അവനെ. സോറി മാഷേ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ 5ാം വാരി കലങ്ങിയാനെ. മാപ്പ്. ഇവന് വേണ്ടി തരകൻ സാറിനോട് ഞാൻ ചോദിക്കണു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ള ഒരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്കുക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറ്. വേണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ? മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ചെണ്ടു തോൽക്കും മണി ചുണ്ടിൻ ചോപ്പു കണ്ടാൽ മുളം തണ്ടിൽ മൂളി നിൽക്കും വരി വണ്ടും ചൊന്നിടുന്നു പരിഭവം. വല്ല യക്ഷിയും വന്ന് മുറുക്കാൻ ചുറ്റി തന്നെന്ന് വിചാരിച്ചോ മാഷ്? ഇതിപ്പോ വിചാരിക്കാൻ മാത്രം എന്താ ഉള്ള? ഈ ഒരു രക്ഷ തന്നെയല്ലേ രക്ഷി. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. വന്ന് രാത്രിയിൽ ഇപ്പൊ മതിലേ കാണാൻ തുടങ്ങിയല്ലേ? ഓരോ കള്ള ഗന്ധർവന്മാര് നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാല് മതില് ചാടാണ്ടിരിക്കാൻ പറ്റുമോ? ആട്ടെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക? കോലാർ സ്വർണ്ണ ഖനിയിൽ നിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്കുക. എന്താ വേണോ ഒരു മുറത്തിൽ പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമി MT സാറ് വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം. നീ ഇങ്ങോട്ടാ. കഥകളെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്.
ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല, പേടിച്ചു പോയ നീ. 3-4 ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ടാ. നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. ഉറങ്ങിക്കോളൂ, എഴുത്തും വായനയൊക്കെ പിന്നെ ആവാം. നീ പോയിക്കോളൂ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. എ ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി, എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിമേന്നൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ച പലിശ ആവാം. എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരിയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെലും കാണാതിരിക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ടോടി? ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂർ മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി പറയാ നീ. ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിംഗ് കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊക്കെ അല്ലേ? ആടേ, അതിന് തന്നെയാ. ഞാൻ കുടിക്കും, കളിക്കും, പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങലു പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ, തറവാട്ടിലൊരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കണ പട്ടിക്ക് ഉണ്ടാകണമെന്നുണ്ടോ മഹത്വം? അവിടെ വന്നേ. ഞാനും നിന്റെ മുറച്ചെറുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാം. ആ 4-5 പവനുണ്ട്. തൽക്കാലത്തെ കാര്യം നടക്കും. പിന്നെ എന്റെ മുഖത്തടിച്ചൊരു പരിഹാരമായി. കയ്യും കാലം തല്ലി ഓടിച്ചിട്ടോ വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും.
കുലത്തിൽ പിറന്നത് കുരങ്ങായി പോയിന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെ നമുക്ക് സംഭവിച്ചത്. മോളതങ്ങോട്ട് മറക്കുക. 5 പവൻ്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ നട്ടപ്പാതിരിക്ക് പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു, ഭാമ പറഞ്ഞു. അവനൊരു പാവാ ബാലമാമ. നീയാ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്യത്തിലെടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ കൂട്ടിക്കിടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാമൻ നോക്കിക്കോ. ബാധിച്ച ആനയെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്താ കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടുപോകണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ, താൻ തോന്നി കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര. നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ഷാരടി മാഷോ, ഇങ്ങോട്ട് കേറി വാ. വാ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല, ഫസീല, 2 ചായ എടുത്തോ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരും. മാറ്റിയെടുക്കണം ഗഫൂറെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷേ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? ചായ വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് 2 വിട്ടിട്ടുണ്ട് സ്മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റുമാഷ ഞാൻ. വൈകരുത്. വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗപ്പൂപ്പായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ഷാരടി മാഷേ. വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ വൈകിട്ട് കൂലി ഒരണ തരില്ല ഞാൻ. രുക്മാവതി അടുത്ത് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യമെന്ന്? എന്താ എടുത്തി? എന്താ 2 ദിവസമായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കാറിക്കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. 2 ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ. കുളത്തിൽ കുളിക്കാൻ പോവാച്ചാലും 2 തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവോ പോയേക്കണേ? അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏടത്തിറക്കാൻ സമാനമായിട്ട്. अलसनि में
മഹസി നയനം അനുരാഗമിവ സ്ഫുടം മാഷേ, എവിടെയായിരുന്നു 2-3 ദിവസം? ഞാൻ വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ. എന്താ പ്രശ്നം? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ തുറന്നു പറയുന്നോട്. ഒരു പ്രശ്നമില്ല. ഞാൻ കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ. അന്നും പറയണ കേട്ടല്ലോ ആ പേര്. ആരായാള്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ. ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലെന്റെ ശാരടി. ദേഹം ആശയം തണുക്കണോ? വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു പുറത്ത് നിന്ന് തൊഴുതോളാം ഞാൻ. മാഷേ, അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങള് വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ. ഓ ആവാം. വേണ്ട ഗോവിന്ദ മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക. കുറച്ച് ദിവസമായി ആളെ തീ തീറ്റിച്ചോണ്ടുള്ള നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. എങ്കി ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുക.